അല്ല, ഇന്നത്തെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളം ജാതി മതം അധികം നോക്കാറില്ല. എല്ലാവരും ഹ്യൂമാനിറ്റി ആയിട്ടേ നോക്കാറുള്ളൂ. ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സിസ്റ്റം. ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു ചീഫ് മിനിസ്റ്റർ ആയിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത്. അപ്പോൾ പലപ്പോഴും പിണറായി വിജയൻ കേൾക്കാറുള്ള പരാതികളാണ് അദ്ദേഹം ചിരിക്കാറില്ല, ഭയങ്കര ധാർഷ്ട്യമാണ്, ഭയങ്കര ഹാർഷായിട്ട് പെരുമാറുന്ന ഒരാളാണെന്ന്. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അതോറിറ്റേറിയൻ നേച്ചറുള്ളൊരു സി എം ആയിരുന്നു. അപ്പോൾ ഒരു ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താ തോന്നുന്നത്? എനിക്കും തോന്നിയിട്ടില്ല ആക്സസിബിൾ ആണെന്ന്. പിന്നെ ജനങ്ങളോട് മുഖ്യമന്ത്രി ഡയറക്ടർ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യമുണ്ട്? ഇല്ല ഇല്ല. ഇല്ല. ഉണ്ടോ? ഉണ്ട്. എന്തായിരിക്കും ചോദിക്കുക? ആദ്യം ചോദിക്കുന്നത്, ഇതുവരെ 10 വർഷം ഭരിച്ചു, അപ്പം ഇനി അന്ന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ളൊരു മനസ്സ് ഇനി ഭരണത്തിൽ വന്നാൽ ഉണ്ടാവുമോ എന്നെനിക്ക് ചോദിക്കണം. അതേപോലെ തന്നെ ഇപ്പം ശബരിമലയുടെ കേസ് അത് വന്നു. അപ്പം അതൊക്കെ ഒരു കേസല്ല, അപ്പോൾ 2-3 കേസുകൾ ശബരിമലയെ ബേസ് ചെയ്ത് വന്നപ്പോൾ സ്ത്രീകളെ കയറ്റുന്നതായാലും സ്വർണ്ണക്കടത്ത് കേസാണേലും അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ തന്നെ വരണേ, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഒരു നടപടിയും എടുക്കാൻ പറ്റില്ലേ എന്ന്. അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്. ഇപ്പം നാളെ എനിക്കിവിടെ ഒരു ജോലി വേണമെങ്കിൽ എന്ത് ഉറപ്പിൽ ഞാനിവിടെ പഠിച്ചിട്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ചീഫ് മിനിസ്റ്ററോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ധൈര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഓവറാണ്. പക്ഷെ ചോദിക്കാനൊരു ചോദ്യമില്ല എന്നുള്ളൂ. ചോദ്യമില്ല. അതാണ് ധൈര്യമുണ്ട്, പക്ഷെ ചോദ്യമില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ചോദിക്കാൻ? ആലോചിക്കുകയാണെങ്കിൽ കുറേ ചോദ്യങ്ങളുണ്ടാവും. കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ചോദ്യം പുറത്തോട്ട് വരുന്നില്ല. എനിക്ക് ചോദിക്കാനായിട്ടൊന്നുമില്ല, പക്ഷെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഇനി എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാന്നുണ്ട്. അത്രേ ഉള്ളൂ. ഈ ഒരു നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ചീഫ് മിനിസ്റ്ററാണ് കേരളം ഭരിച്ചിരുന്നത് എന്നൊരു വിശ്വാസമുണ്ടോ? ഇല്ല. അന്ന് അങ്ങനെ തോന്നുന്നില്ല. ഇത്രയും നാൾ ഭരിച്ചുകൊണ്ട് വന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ലൈക്ക് ആൾക്കാർക്കും ആണെങ്കിലും അങ്ങനെ തോന്നുന്നില്ല. ആർക്കും അങ്ങനെ. കേരളം ഭരിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്കും വലിയ പൊളിറ്റിക്സിൽ വലിയ പിടുത്തമില്ല. എനിക്ക് ഇപ്പോൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു വിവരമൊക്കെ ഉള്ളൂ. എന്താ തോന്നുന്നത്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ? ചേട്ടാ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇപ്പം എല്ലാവർക്കും അവരുടെ ഒപ്പീനിയനാണ്. അല്ല, എന്താ ബ്രോഡ് ഒപ്പീനിയൻ? എനിക്ക് പ്രത്യേകമായിട്ടൊരു ഒപ്പീനിയൻ ഇല്ല. വന്നേക്കണ എല്ലാവരും ദേ ഹാവ് ഡൺ ദെയർ ബെസ്റ്റ് ആൻഡ് ദേ കുഡ് ഹാവ് ഡൺ ബെറ്റർ. ബട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെക്കാളും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ജനാധിപത്യ ബോധമല്ലേ? അതുണ്ട്. പക്ഷേ ആരാണ് കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി? എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ട് എന്ന് വെച്ചാൽ പിണറായി വിജയൻ നല്ലതെന്നല്ല, അങ്ങനെയല്ല ഞാൻ പറയണത്. എനിക്ക് ആളെ മാത്രമേ അറിയുള്ളൂ. അപ്പം എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഉമ്മൻചാണ്ടി നല്ലൊരു നേതാവായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതേ എനിക്കറിയുള്ളൂ, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പ്രായം തൊട്ട് പിണറായി വിജയനാണ് ഉള്ളത്. അതുകൊണ്ട് കമ്പാരിസൺ. നമുക്കിനി യുവാക്കളുടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അഡ്രസ്സ് ചെയ്യാൻ പറ്റുക ഈ വരുന്ന ഗവൺമെൻറ്? F1 ട്രാക്ക് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ടാക്സ് ഇപ്പോൾ ദുബായ് എടുക്കുകയാണെങ്കിൽ ദുബായിൽ ടാക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ കൺട്രീസിലെയും ആൾക്കാർ നല്ല രീതിക്ക് തന്നെ ദുബായ് ഒരു എക്കണോമിക് ഹബ്ബായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ഇന്ത്യനെ നമുക്ക് മാറ്റിയെടുക്കാം. ടാക്സ് കുറച്ച് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, അങ്ങനെ നമുക്കൊരു GST വന്നപ്പം വിചാരിച്ചു എല്ലാം യൂണിഫൈഡ് ആവുമെന്ന്. എന്തോരം യൂണിഫൈഡ് ആയി എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. പകരം ടാക്സുകൾ കുറച്ച് ആവശ്യമുള്ള ടാക്സുകൾ മാത്രം ടാക്സ് വെച്ചിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് പലതും സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വേറെ ഓരോ രീതിയിൽ കൂടെ നമുക്ക് വരുമാനം കണ്ടെത്തിയിട്ട് ടാക്സ് കുറച്ച് ഇത്രയും കൂടെ ഇവിടുത്തെ നമുക്ക് ജീവിക്കുമ്പോൾ ഇത്രയും കൂടെ നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയും. ഇൻകം ടാക്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം, അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ടാക്സ് കൊടുക്കണം എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ്റിന് വേറെ പല രീതിയിൽ കൂടെയും ഇൻകം റവന്യൂ സോഴ്സ് ചെയ്യാം. അതൊക്കെ മാറ്റിയിട്ട് ഇത്രയും കൂടി ഇവിടെ എക്കണോമിക് ഇത്രയും കൂടെ നമുക്കൊരു ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ കാസ്റ്റ് അല്ലെങ്കിൽ ജാതികൾക്ക് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വലിയ പവറുണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു വരുന്ന കാലത്ത് അല്ലെങ്കിൽ നിങ്ങൾ വലുതാവുന്ന ഒരു സമയത്ത് കേരളത്തിൽ ജാതികൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇന്നത്തെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളം ജാതി മതം അധികം നോക്കാറില്ല. എല്ലാവരും ഹ്യൂമാനിറ്റി ആയിട്ടേ നോക്കാറുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളെ പോലെ നീ മുസ്ലിമാണ് ഹിന്ദുവാണ് എന്നുള്ള കാഴ്ചപ്പാട്. പക്ഷേ കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ഓരോ സഭയുടെ നേതാക്കളെ പോയി കാണാറുണ്ട്, ഓരോ സാമുദായിക നേതാക്കളെ പോയി കാണാറുണ്ട്, അവരുടെ പിന്തുണ തേടാറുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു ജാതി വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാൻ വേണ്ടല്ലേ? അത് അവരുടേതായ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പോയി കാണുന്നു. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഭരിച്ചു വരുന്ന രീതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുള്ള ഇവിടെ
ജാതി മതം ഇത് ഇൻവോൾവ് ആക്കുന്നുണ്ടെന്നുള്ള എനിക്ക് തോന്നണില്ല. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം ചിന്തിക്കാനുള്ള ബോധവും ആരാ ഭരണത്തിൽ കൊണ്ടുവരണം എന്നുള്ള ബോധമൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ നല്ലോണം ഭരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നത് എല്ലാവരും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവസാനമായിട്ട് എല്ലാവരുടെ ഒറ്റ ചോദ്യം ചോദിക്കാം. നിങ്ങൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യം നടപ്പാക്കുന്ന കാര്യം എന്തായിരിക്കും? അങ്ങനെയൊക്കെ ചോദിച്ചപ്പം ഒറ്റ കാര്യം. ഒറ്റ കാര്യം, അതായത് ഒരു ലഹരി വിരുദ്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. കാരണം ഇപ്പം ലഹരിയെ തുടച്ചു നീക്കും എന്ന് വെച്ചാൽ തുടച്ചു നീക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് ബിവറേജ് കൂട്ടുമോ? അങ്ങനെയല്ല, അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതിന് പകരം അതിനെ എന്താ പറയുക, ഇപ്പം ചെറിയൊരു രീതിക്ക് പിടിക്കപ്പെടുന്ന ഒരാൾ തന്നെ വലിയ എന്തോ കുറ്റവാളിയാക്കി ഇപ്പം മീഡിയാസൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഈ പല കാര്യങ്ങളും. അത് മാറ്റിയിട്ട് എന്താണ് അതിൻ്റെ റൂട്ടെന്ന് കണ്ടുപിടിക്കുക, അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അങ്ങനത്തെ രീതിക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായിരിക്കും ചെയ്യുക മുഖ്യമന്ത്രി? നല്ല ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരും. ഇന്ന് ഇത്തിരി ചിലവ് ഇത്തിരി കൂടുതലാണ്. എന്ത് സാധനം വാങ്ങിക്കാൻ പോയാലും ഭയങ്കര വില കാര്യങ്ങളൊക്കെയാണ്. സാധനങ്ങളുടെ വില കുറയ്ക്കും, പക്ഷെ ജോലികളുടെ വേജസ് ഒന്നും കൂടുന്നില്ല. അപ്പോൾ എനിക്ക് അതുമായിട്ടൊരു ബന്ധപ്പെട്ട് സാധനങ്ങളുടെ വില കുറക്കാൻ വിലക്കയറ്റം നിയന്ത്രിക്കും. എന്തായിരിക്കും ചെയ്യുക? ജോബ് ക്രിയേഷൻ, അതായത് സ്റ്റാർട്ടപ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ടാക്സ് കുറയ്ക്കും. കാലങ്ങളായിട്ട് ഒരേ സിലബസാണ് പഠിക്കുന്ന കുട്ടികൾ. സോ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം മാറ്റും എന്നുണ്ട്. യെസ്, എന്തായിരിക്കും ചെയ്യുക? ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സിസ്റ്റം, വെറുതെ അന്നേരം വരുന്ന കാര്യങ്ങളല്ല. ഗവേണൻസ് ക്ലിയർ ആക്കും. ഒരു ഗവേണൻസ് ക്ലിയർ ആക്കി അത് നല്ല രീതിയിൽ അഴിമതി ഇല്ലാതാക്കും. അഴിമതി ഇല്ലാണ്ടാക്കുക. അഴിമതി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെന്നാണ്. എല്ലാ സെക്ടറിലും ഉണ്ട്. എല്ലാ സെക്ടറിലും ഉണ്ടാവും. അപ്പം അത് മാറ്റി നല്ല രീതി എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. ഗുഡ് ഗവേണൻസ് കൊണ്ട് ഫിനാൻഷ്യലി എല്ലാ രീതിയിലും, അതായത് ഒരു ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കടം കൂടാണ്ട് എങ്ങനെ ബാലൻസ് ചെയ്ത് എല്ലാം റെഡിയാക്കുക എന്നുള്ളൊരു വെൽ പ്ലാൻഡ് ഗവൺമെന്റ് സിസ്റ്റം. എന്തായിരിക്കും ചെയ്യുക? ഫസ്റ്റ് ടാക്സ് കുറയ്ക്കും. പിന്നെ ഈ ചില സമയത്ത് ഈ പുതിയ റോഡ് ടാർ ചെയ്ത് കഴിയുമ്പോൾ വാട്ടർ അതോറിറ്റി ഒന്ന് ടങ് എന്ന് പൊട്ടിക്കൂലേ, അതും കൂടി നിർത്തി വെക്കും. അത്ര. എന്തായിരിക്കും ചെയ്യുക? എൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് മാറണം. പിന്നെ ഈ വില കയറ്റം, ഈ പെട്രോളിൻ്റെ ആയാലും അങ്ങനത്തെ കാര്യങ്ങളുള്ള വില കയറ്റം അത് മാറി കിട്ടണം എന്നുണ്ട് ആഗ്രഹമുണ്ട്.